മറ്റൊരു എൻട്രൻസ് ക്ലാസ്സിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഞാനിന്ന് ഡിഫറൻസിയേഷനിലെ ഒരു 3 ചോദ്യങ്ങളാണ് നിങ്ങൾക്ക് ചെയ്തു തരുന്നത്. എൻട്രൻസിൻ്റെ ക്വസ്റ്റ്യൻസ് എന്ന് പറയുമ്പോൾ നമുക്കറിയാം +2 ലെവലിൽ നിന്നും ഇത്തിരി ഹൈ ആയിട്ടുള്ള ക്വസ്റ്റ്യൻസുകളുണ്ട്. ചിലപ്പോൾ ഇത്തിരിയേ ചെയ്യാനുള്ളൂവെങ്കിലും അത് ഓർക്കാൻ അല്ലെങ്കിൽ അങ്ങനെ ചെയ്യണം എന്ന് തോന്നുക എന്നുള്ളത് ബുദ്ധിമുട്ടുള്ളതുകൊണ്ട് പല രീതി കൊണ്ടും നമ്മുടെ എൻട്രൻസ് ക്വസ്റ്റ്യൻസുകൾ രസകരമായിട്ടുള്ളതാണ്. അത് നിങ്ങൾ ചെയ്ത് വേണം അതിനെ ഞാൻ അട്രാക്റ്റീവായിട്ട് എടുക്കാൻ. മീൻസ് നല്ല രസമായിട്ടുള്ള കുറേ ക്വസ്റ്റ്യൻസുകളാണ്. ഇഷ്ടമുണ്ടെങ്കിൽ ഇതൊക്കെ പറയുമ്പോൾ പറ്റുള്ളൂ. എന്നാലും നമുക്കൊരു ജോലി ആവശ്യമാണ് അല്ലേ? ജോലി ആവശ്യമാകുമ്പോൾ മുന്നിലുള്ള പ്രശ്നങ്ങളൊന്നും നമുക്ക് പ്രശ്നങ്ങളാവരുത്. നമ്മൾ ഉദ്ദേശിച്ച അതിൻ്റെ അപ്പുറത്തുള്ള ഒരു ജോലി, നല്ല അടിപൊളിയായിട്ടുള്ള നല്ല ശമ്പളമുള്ള മീൻസ് നല്ല സാലറി ആയിട്ടുള്ളൊരു ജോലി ആരൊക്കെ പ്രതീക്ഷിക്കുന്നോ അങ്ങനെയാണെങ്കിൽ അതിലോട്ടുള്ള വഴികളിലെ പ്രോബ്ലങ്ങൾ നമുക്കൊരു പ്രശ്നമേ ആവരുത്. അത് കവർ ചെയ്ത് പോകും എന്നുള്ള ഒരു ഉറച്ച തീരുമാനമുണ്ടെങ്കിൽ ഇതെല്ലാം നിഷ്പ്രയാസം പറ്റുന്ന ഒരു സമയത്താണ് നമ്മളിപ്പോൾ ജീവിക്കുന്നത്. അതേപോലുള്ള ഫെസിലിറ്റി ഉണ്ട്. അപ്പോൾ ഏത് ഒരാളാണേലും പഠിക്കാൻ ആഗ്രഹമുണ്ടോ ഉറപ്പായിട്ടും അത് നേടിയെടുക്കാനുള്ള എല്ലാ കാര്യങ്ങളും ഉള്ളതുകൊണ്ട് പഠിച്ചോണം. നമ്മുടെ ക്വസ്റ്റ്യൻ സ്റ്റാർട്ട് ചെയ്യാം. എല്ലാവരും ശ്രദ്ധിക്കുക. ക്വസ്റ്റ്യൻ നല്ല രസകരമായിട്ടുള്ള ഒരു പഴയ ക്വസ്റ്റ്യനാണ് കേട്ടോ. ഇത് പുതിയതൊന്നും അല്ല, പഴയ ക്വസ്റ്റ്യനാണ്. പക്ഷെ വളരെ രസകരമായിട്ടുള്ളതാണ്. ഇതേപോലെ കുറേ കളക്ഷൻ ഉണ്ട്. ഈ ക്വസ്റ്റ്യൻ ചെയ്യുന്ന അതേപോലത്തെ കുറേ ക്വസ്റ്റ്യൻ കളക്ഷൻ ഉണ്ട്. അതിൽ ഒരെണ്ണത്തിന് ഞാനിപ്പോൾ ഫസ്റ്റ് ക്വസ്റ്റ്യനായിട്ട് എടുത്തേക്കുന്നത് y = log of x plus root of x square plus 1 then dy by dx equal to ഓപ്ഷൻസ് ഇവിടെയുണ്ട്. നിങ്ങൾക്കറിയാം ലോഗ് എക്സ് റൂട്ട് കുറച്ചുണ്ട്. ഇതിൻ്റെ ഒരു പ്രത്യേകത എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് വേണേൽ ഡെറിവേറ്റീവായ dy by dxനെ കണ്ടുപിടിക്കാം. പക്ഷേ ഇതിനുള്ളിലുള്ള ഒരാളായിട്ട് എത്തിക്കുക, അവിടെയാണ് സിംപ്ലിഫിക്കേഷൻ്റെ ഇമ്പോർട്ടൻസ്. ഓക്കെ, അപ്പോൾ നമുക്ക് സ്റ്റാർട്ട് ചെയ്യാം. dy by dx. ഇനിയും y ഒന്നും എടുത്ത് എഴുതണ്ടായല്ലോ. y ഉള്ളപ്പോൾ ഇനി y ഒന്നുകൂടെ എടുത്ത് എഴുതി പിന്നെ അതിൻ്റെ ആവശ്യമില്ല, dx തുടങ്ങാം അല്ലേ? നമുക്ക് എല്ലാവർക്കും അറിയാം ഫസ്റ്റ് ഫംഗ്ഷൻ ഈസ് സ്റ്റാർട്ടിങ് ഫ്രം log. വാട്ട് ഇസ് ദ ഡെറിവേറ്റീവ് ഓഫ് log x? എല്ലാവർക്കും അറിയാം 1/, അല്ലേ? ലോഗിനുള്ളിൽ കിടക്കുന്നതിന് 1ന് താഴെ എഴുതുക, അതാണ് അതിൻ്റെ ആദ്യത്തെ ലോജിക്. ലോഗിനുള്ളിൽ ഇത്രയുണ്ടെങ്കിൽ ഫസ്റ്റ് സ്റ്റെപ്പ് ഈസ് 1/, അത്രയും എഴുതണം. അത്ര ആരാണെന്ന് നോക്കണ്ട, അത്രയും എടുത്ത് എഴുതുക. അതേ ഉള്ളൂ ലോഗ് തുടങ്ങിയാൽ ആൻസറിൻ്റെ സ്റ്റാർട്ടിങ്. ഇനിയാണ് അകത്തോട്ട് കയറി ഡോറ് തുറന്ന് ലോഗിനെ കവർ ചെയ്ത് അകത്തോട്ട് കയറിയപ്പോൾ എക്സ് പ്ലസ് എക്സിൻ്റെ ഡെറിവേറ്റീവ് എത്ര മോനെ? 1. പിന്നെ അകത്ത് ഒരാളുണ്ട് റൂട്ട് ഓഫ് എക്സ് സ്ക്വയർ പ്ലസ് 1. റൂട്ട് എക്സിൻ്റെ ഡെറിവേറ്റീവ് 1/2 റൂട്ട് എക്സ്. റൂട്ട് ഓഫ് എക്സ് സ്ക്വയർ പ്ലസ് 1ൻ്റെ 1/2 റൂട്ട് ഓഫ് എക്സ് സ്ക്വയർ പ്ലസ് 1 × 2x. ഓക്കെ, അപ്പോൾ റൂട്ടിൻ്റെ 1/2 റൂട്ട് ഓഫ് എക്സ് സ്ക്വയർ പ്ലസ് 1 പിന്നെ എന്താണ് 2x. ഇതൊരു ബ്രാക്കറ്റ് കൊടുത്ത് നല്ല വൃത്തിയാക്കണം. ഇതാണ് ഇതിൻ്റെ ഫസ്റ്റ് ഡെറിവേറ്റീവ് കഴിഞ്ഞ പോലെ. ഇനി ഡെറിവേറ്റീവ് ഇല്ല, ഇനി ഡിഫറൻസിയേഷൻ പരിപാടി ഇല്ല. ബട്ട് ഇതിനെ നമ്മൾ ഇത്രയും വലുതിനെ ചെറുതാക്കി ഇതിനുള്ളിൽ ഒരാളിൽ എത്തിക്കണം. അതാണ് നമ്മുടെ കഴിവ്. അപ്പം നിങ്ങൾ ഇപ്പം ഓരോന്നിനെയൊക്കെ ഇങ്ങനെ മനസ്സിൽ കണ്ടു കാണാം, അതായിരിക്കും ഇതായിരിക്കും. പക്ഷെ നിങ്ങളൊന്ന് സിംപ്ലിഫിക്കേഷൻ നോക്കാതെ നല്ല ഒരാൾ ഇതായിരിക്കാൻ സ്യൂട്ടബിളിനെ കണ്ടുപിടിക്കുക അല്ലേ? നല്ലതാണ്, പക്ഷെ നമ്മൾ ചെയ്തെടുക്കണം. ഓക്കെ, അപ്പോൾ ആദ്യം എനിക്കിനി ഇവിടെ ചെയ്യാനുള്ളത് ഈ 2നെ കട്ട് ചെയ്ത് കളയുക എന്നുള്ളതാണ്. ദാറ്റ് ഈസ് 1/x പ്ലസ് റൂട്ട് ഓഫ് എക്സ് സ്ക്വയർ പ്ലസ് 1. അത് അതേപോലെ എഴുതി ഇൻറ്റു ഇവിടെ വരുന്നത് 1 പ്ലസ്. ഓക്കെ, ഇവിടെ 1 ഉണ്ട്, ഇവിടെ ഒരു എക്സ് ഉണ്ട്. അപ്പോൾ എക്സ് ബൈ റൂട്ട് ഓഫ് എക്സ് സ്ക്വയർ പ്ലസ് 1. അതൊരു ബ്രാക്കറ്റ് ഇടണേ. ഓക്കെ, ഇപ്പോൾ ഇത്രയോടെ ഒരു വൃത്തിയായി കണ്ടോ? ഈ സ്റ്റെപ്പിന് ഇത്രയോടെ ഒരു വൃത്തിയായി. ഇവിടെ വെച്ച് നെക്സ്റ്റ് നിങ്ങൾ ചെയ്യേണ്ടത് ബൈ 1 വെച്ച് മെത്തേഡ് ഓഫ് ക്രോസ് മൾട്ടിപ്ലിക്കേഷൻ അപ്ലൈ ചെയ്യുമ്പോഴത്തേക്ക് ആൻസർ ഇങ്ങനെ വന്നുകൊണ്ടിരിക്കും. ഓക്കെ, that is equal to 1/x plus root of x square plus 1 into. അപ്പോൾ ഇത് ഇൻറ്റു ഇത് എന്ന് പറയുമ്പോൾ റൂട്ട് ഓഫ് എക്സ് സ്ക്വയർ പ്ലസ് 1 അല്ലേ? ഇതേ ഇൻറ്റു ഇത് അല്ലേ? പ്ലസ് 1 × x എത്രയാണ്? എക്സ് ബൈ 1 × ഇത് ദാറ്റ് ഈസ് ആരാണ്? റൂട്ട് ഓഫ് എക്സ് സ്ക്വയർ പ്ലസ് 1. ഓക്കെ, ഓരോ ബ്രാക്കറ്റായിട്ട് കൊടുത്തപ്പോൾ ഒന്ന് നോക്കിക്കേ, ഒന്ന് ഒബ്സർവ് ചെയ്ത് എന്തെങ്കിലും പരിപാടി പറ്റുമെന്ന്. എളുപ്പം എന്തെങ്കിലും മനസ്സിൽ ഞാൻ പറയാതെ കത്തുന്നെങ്കിൽ അത് വലിയൊരു കത്തൽ തന്നെയാണ് കേട്ടോ. നമ്മൾ ക്ലാസ്സിൽ പഠിപ്പിക്കുമ്പോൾ ഓരോ കാര്യങ്ങൾ ടീച്ചർ ഓർമ്മിപ്പിക്കുമ്പോൾ മനസ്സിലായി, അതുകൊണ്ട് ഫുൾ കാര്യമാകുന്നില്ല. ടീച്ചർ ഓർമ്മിപ്പിച്ചതുകൊണ്ടാണ് നമ്മുടെ തലയിൽ അത് വന്നതെന്ന് ഓർക്കണം. ടീച്ചർ പറയാതെ ഓർത്ത് വന്നെങ്കിൽ അവൻ പുലിയാണ്. ഓക്കെ, അവൻ മുന്നിൽ എത്താൻ ഒരു ബുദ്ധിമുട്ടുമില്ല. ഓക്കെ, ഇവിടെ നോക്കിക്കേ മോനെ, ഇത് തമ്മിൽ വെട്ടാൻ തോന്നുക എന്നുള്ളതാണ് ഇവിടുത്തെ. രണ്ട് സെയിം ടൈമാണ്. a + bയും b + aയും പോലെ കിടക്കുന്നതേ ഉള്ളൂ കണ്ടോ? എക്സ് പ്ലസ് റൂട്ട് ഓഫ് എക്സ് ഉണ്ടോ? റൂട്ട് ഓഫ് എക്സ് സ്ക്വയർ പ്ലസ് 1 പ്ലസ് എക്സ് സെയിം. a + bയും b + aയും താഴെ മണ്ടയ്ക്ക് വെട്ടിപ്പോകാം. ബാക്കി ആരുണ്ട് മോനെ ഉള്ളത്? ഇവനുണ്ട്. ദാറ്റ് ഈസ് 1/√(x²
√(x²+1). ഓക്കെ, അപ്പോൾ നമുക്ക് കിട്ടി. നല്ലൊരു ക്വസ്റ്റൻ ആയിരുന്നു, അടിപൊളിയായിട്ടുള്ളതാണ്, ഒരു എൻട്രൻസിന് പറ്റിയത്. കാരണം ഒത്തിരി ലെങ്തി അല്ല എന്ന് പറഞ്ഞിട്ട് കൊച്ചതുമല്ല, സിംപ്ലിഫിക്കേഷൻ സാമാന്യം രീതിയിൽ കൂടെ ഉണ്ട് താനും. ഓക്കെ, മാക്സിമം ഇഷ്ടപ്പെട്ടാലൊന്ന് ഷെയർ ചെയ്തേക്കണം. നെക്സ്റ്റ്, y is equal to 1 plus x by 1 factorial plus x square by 2 factorial plus x cube by 3 factorial plus etc. to infinity. ഓക്കെ, ഇതാണ് നമ്മുടെ y. Then dy by dx is 0, 1 x y. ബട്ട് ഈ ആൻസറിനൊക്കെ ഒരു പ്രത്യേകത, നല്ല കൊച്ചു ആൻസറുകളാണ്. പക്ഷെ നമുക്ക് എല്ലാം ഏകദേശം ആൻസർ ആവുമെന്ന് തോന്നുന്നു, എല്ലാം നല്ല കറക്റ്റ് ആൻസർ പോലെ തോന്നുന്നത് അല്ലേ. അപ്പോൾ ഇവനെ നമുക്കൊന്ന് ചെയ്ത് നോക്കാം. എല്ലാവരും ഇന്നത്തെ ഒരു പുതിയ കാര്യം അറിയാൻ വയ്യായെങ്കിൽ, എനിക്ക് തോന്നുന്നു അറിയാൻ വയ്യായെങ്കിൽ ഒരു പുതിയ കാര്യം പഠിച്ചിരിക്കണം. ദാറ്റ് ഈസ് y ഈസ് ഈക്വൽ ടു 1 പ്ലസ് എക്സ് ബൈ 1 ഫാക്ടോറിയൽ പ്ലസ് x സ്ക്വയർ ബൈ 2 ഫാക്ടോറിയൽ പ്ലസ് x ക്യൂബ് ബൈ 3 ഫാക്ടോറിയൽ പ്ലസ് എക്സെട്ര ടു ഇൻഫിനിറ്റി അല്ലേ. ഇതിൻ്റെ ഡെറിവേറ്റീവ് എടുക്കണമെന്ന് നിങ്ങൾക്കറിയാം. ഇതിൻ്റെ ഡെറിവേറ്റീവ് ഇങ്ങനെ അങ്ങോട്ട് എടുക്കാൻ പോയി കഴിഞ്ഞാൽ തീരുമോ? എക്സെട്ര എടുക്കുക. നമുക്കറിയാം 1ന് 0, എക്സിൻ്റെ 1, x സ്ക്വയറിൻ്റെ 2x ബൈ 2 ഫാക്ടോറിയൽ, x ക്യൂബിൻ്റെ 3x സ്ക്വയർ ബൈ 3 ഫാക്ടോറിയൽ. ഇതെന്തായാലും ഉടനെ ഒന്നും തീരുന്ന ലക്ഷണമില്ല അല്ലേ. അപ്പോൾ ശ്രദ്ധിക്കുക, ഇതിനൊരു ഇമ്പോർട്ടൻസ് ഉണ്ട്. ഇയാളെന്ന് പറഞ്ഞാൽ ദാറ്റ് ഈസ് ഇംപ്ലൈസ് y ഈസ് ഈക്വൽ, ഇത്രേനെ അറിയാൻ വയ്യാത്തവരുണ്ടെങ്കിൽ പഠിച്ചോണം, ദിസ് ഈസ് e⁻x. ഓക്കെ, നിങ്ങൾ ഈ കേട്ടിട്ടുള്ളതും കണ്ടിട്ടുള്ളതും എല്ലാ ഫങ്ഷൻസുകൾക്കും ഇതേപോലൊരു എക്സ്പാൻഷൻ ഉണ്ട് മോനെ. ഇപ്പോൾ e⁻x നിങ്ങൾ കേട്ടിട്ടുണ്ട്, പക്ഷേ ഇതിൻ്റെ എക്സ്പാൻഷൻ എന്താണ്? ഇതാണ് ഇതിൻ്റെ എക്സ്പാൻഷൻ. ഓക്കെ, sin x-ന് ഒരു എക്സ്പാൻഷൻ ഉണ്ട്, cos x-ന് ഒരു എക്സ്പാൻഷൻ ഉണ്ട്. ഇതേപോലെ എല്ലാ ഫങ്ഷൻസുകൾക്കും ഒരു എക്സ്പാൻഷൻ ഉണ്ട്. നമ്മളതൊക്കെ ഇനി ഹയർ സ്റ്റഡീസിൽ പഠിക്കുന്നതേ ഉള്ളൂ. ഇയാൾ വളരെ ഫേമസ് ആണ്. കണ്ട് 1 പ്ലസ് എക്സ് ബൈ 1 ഫാക്ടോറിയൽ പ്ലസ് x സ്ക്വയർ ബൈ 2 ഫാക്ടോറിയൽ പ്ലസ് x ക്യൂബ് ബൈ 3 ഫാക്ടോറിയൽ. അതിൻ്റെ ഒരു കണ്ടിന്യൂഷൻ ഉണ്ട്, എന്ത് രസകരമായിട്ട് അല്ലേ. അപ്പോൾ ഇതെന്ന് പറഞ്ഞാൽ ആരാ മോനെ? e⁻x മോനെ. അപ്പോൾ ആക്ച്വലി ക്വസ്റ്റൻ ഇപ്പോൾ എന്തായിട്ട് മാറി? y ഈസ് ഈക്വൽ e⁻x, അത്രേ ഉള്ളൂ. അങ്ങനെയാണെങ്കിൽ dy by dx ആര് തന്നെയാണ് മോനെ? dy by dx e⁻x ഡെറിവേറ്റീവ് ആര് തന്നെയാണ്? e⁻x. അപ്പോൾ e⁻x എന്ന് പറഞ്ഞാൽ ആരായിരുന്നത്? y. അപ്പോൾ ഈക്വൽ എത്ര തന്നെ കിട്ടി? ഇപ്പോൾ dy by dx ഈക്വൽ ടു ആരെന്ന് കിട്ടി? y. കഴിഞ്ഞു. ഓക്കെ, ക്വസ്റ്റ്യൻ കഴിഞ്ഞു. ഞാൻ പറഞ്ഞ ഇച്ചിരി ഉള്ളൂ, പക്ഷേ ഇച്ചിരി ഉള്ളത് നമുക്ക് തോന്നുന്ന രീതിയിൽ കൂടെ നമുക്ക് അറിഞ്ഞിരിക്കണത്ത് മാത്രം. പക്ഷേ ഇത് നിങ്ങൾ അറിഞ്ഞിരിക്കേണ്ട ഒരു എക്സ്പാൻഷനാണ്, മറന്നിനി പോകരുത്. ഓക്കെ, നമ്മുടെ തേർഡ് ക്വസ്റ്റ്യൻ, y ഈസ് ഈക്വൽ കോസ് ഓഫ് സൈൻ എക്സ് സ്ക്വയർ. ശ്രദ്ധിക്കണം, കോസ് ഓഫ് സൈൻ ഓഫ് എക്സ് സ്ക്വയർ. സൈൻ സ്ക്വയർ എക്സ് അല്ല, സൈൻ ഓഫ് ഈ എക്സിനാണ് സ്ക്വയർ. ദെൻ dy by dx അറ്റ് എക്സ് ഈക്വൽ √π/2. നിങ്ങൾക്കറിയാം അതൊക്കെ അല്ലേ. എന്ന് പറഞ്ഞാൽ ഡെറിവേറ്റീവ് എടുക്കണം, എക്സിൻ്റെ പ്ലേസിൽ √π/2 കൊടുക്കണം. അപ്പോൾ ഇതിനകത്ത് ഇത്രയിനുള്ളിൽ ആരുണ്ടോ ഒരാളെ കിട്ടും. ഓക്കെ, അപ്പോൾ നമുക്കൊന്ന് ഡെറിവേറ്റീവ് ഒക്കെ ഒന്ന് എടുക്കാം അല്ലേ. അപ്പോൾ ആദ്യം ഇതാണ് നമ്മുടെ y, ദെൻ ആരാണ്? dy by dx. ഒന്ന് സ്റ്റാർട്ട് ചെയ്യാം. നിങ്ങളുടെ മനസ്സിലൊന്ന് ആലോചിച്ച്, കോസ് ഓഫ് വാട്ട് ഇസ് ദ ഡെറിവേറ്റീവ്? മൈനസ് സൈൻ. അപ്പോൾ കോസ് ഓഫ് വന്നാൽ ആൻസർ ഈസ് സ്റ്റാർട്ടിങ് ഫ്രം മൈനസ് സൈൻ ഓഫ്. ഓക്കെ, മൈനസ് സൈൻ ഓഫ് അത്രയും സൈൻ ഓഫ് എക്സ് സ്ക്വയർ. ഓക്കെ, അത് കഴിഞ്ഞു. ഞാൻ പറഞ്ഞ പോലെ കോസ് എന്ന് പറയുന്ന വാതിൽ തുറന്ന് അകത്തോട്ട് കയറിയപ്പോൾ ആരെ കാണുന്നു? സൈൻ എക്സ് സ്ക്വയർ. വാട്ട് ഇസ് ദ ഡെറിവേറ്റീവ് ഓഫ് സൈൻ എക്സ് സ്ക്വയർ? ആൻസർ ഈസ് കോസ് എക്സ് സ്ക്വയർ. ഓക്കെ, കോസ് എക്സ് സ്ക്വയർ. തീർന്നില്ല, പിന്നാണ് എക്സ് സ്ക്വയറിൻ്റെ എത്രയാണ്? 2x. ഇത്രയാണ് ഇതിൻ്റെ ഡെറിവേറ്റീവ് മോനെ. ഇതിൻ്റെ ഡെറിവേറ്റീവാണ് ഇത്രയും. ആദ്യം കോസിനെ വെച്ചോണ്ട് ഇത്രയും, സൈനെ വെച്ചോണ്ട് ഇത്രയും, എക്സ് സ്ക്വയറിനെ വെച്ചോണ്ട് ഇത്രയും, തീർന്നു. ഇനി നിങ്ങൾക്ക് ഈ എക്സ് കാണുന്നിടത്തെല്ലാം √π/2 എന്ന് പറയുമ്പോൾ ഇവിടെ എക്സ്, ഇവിടെ എക്സ്, ഇവിടെയൊക്കെ എക്സ് ഉണ്ട്. എക്സ് എവിടെയൊക്കെ ഉണ്ടോ അവിടെ എല്ലാം √π/2 കൊടുക്കണം. അപ്പോൾ ഇതിന് എന്തുകൊണ്ട് √π/2 ഇല്ല, വെറും π/2 അല്ല, √π/2. അപ്പോൾ ഇതിനുള്ളിൽ ഒരു സംഭവം ഒളിഞ്ഞിരിപ്പുണ്ട് മോനെ. അത് കണ്ടുപിടിക്കുക എന്നുള്ളതാണ് ഈ പ്രോബ്ലത്തിൻ്റെ ലക്ഷ്യം. എല്ലാ ഇങ്ങനത്തെ ക്വസ്റ്റ്യൻസുകൾക്ക് എല്ലാം എന്തെങ്കിലുമൊക്കെ മിക്കപ്പോഴും ഒളിഞ്ഞ് കിടപ്പുണ്ട്. അവനെ കണ്ടുപിടിക്കുന്ന ആ സംഭവമാണ്. അത് കിട്ടിയാൽ ഓക്കെയാണ്. അപ്പം നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കിക്കേ, ഇവനുള്ളിൽ എന്താണ് ആ പ്രത്യേകത? ഇത്രയിനുള്ളിൽ എന്തോ ഒരു പ്രത്യേകത ഉണ്ട്. ആ പ്രത്യേകത ഓക്കെയാണ്, കിട്ടിയാൽ ഓക്കെയാണ്. അപ്പം ഞാൻ പറയാൻ പോവാണ്. ഇവിടെ നോക്കിക്കേ, എക്സ് സ്ക്വയർ. ഇവനാണ് ഇവിടുത്തെ താരം. മറ്റവന്മാരൊക്കെ ചുമ്മാതാണ്. ഈ കോസ് എക്സ് സ്ക്വയറിനെ നമുക്ക് അങ്ങോട്ട് ചെയ്യാം. കോസ് ഓഫ് എക്സ് സ്ക്വയർ. ഈ എക്സ് സ്ക്വയർ എക്സ് എത്ര മോനെ? √π/2. അപ്പോൾ കോസ് ഓഫ് √π/2 സ്ക്വയർ അല്ലേ. ദാറ്റ് ഈസ് കോസ് ഓഫ് റൂട്ട് സ്ക്വയർ. റൂട്ടിന് സ്ക്വയർ വന്നാൽ രണ്ടുകൂടെ വെട്ടിച്ചേർത്ത് അകത്തേത് മാത്രം, ആര് മാത്രം? π/2 അല്ലേ. ഈ റൂട്ടും സ്ക്വയറൂടെ പോയി. കോസ് π/2
കോസ് പൈ ബൈ 2 ഈസ് 90, കോസ് 90 0, therefore ഫുള്ള് 0, ആൻസർ 0 ആയി. കാരണം ഈ ടൈം 0 ആയി കഴിഞ്ഞാൽ 0 ഇൻറ്റു ഫുൾ ആൻസർ എത്ര ആയിപ്പോയി? 0. ഓക്കെ, കഴിഞ്ഞു. അപ്പോൾ നല്ല ചോദ്യമായിരുന്നു എന്ന് തോന്നുന്നു. അപ്പോൾ ഇത് ഒന്ന് ഷെയർ ചെയ്യാൻ പറ്റുന്നെങ്കിൽ, മീൻസ് നമുക്കിപ്പോൾ എൻട്രൻസ് ഒന്നും അല്ലൊന്നുമില്ല, മാക്സിമം മാത്സിനെ ഇഷ്ടപ്പെടുന്ന ഒരാളിലോട്ടോ ഇല്ലെങ്കിൽ നമുക്കിനി ഹയർ സ്റ്റഡീസ് മാത്സ് ഉള്ളവരിലോട്ടോ നിങ്ങൾക്ക് പരമാവധി പറ്റുന്ന പോലെ ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കുക. മാത്സിനെ ഇഷ്ടപ്പെടുന്ന ഇങ്ങനെയൊക്കെ ആയിരിക്കും. പല ക്വസ്റ്റ്യൻസുകൾ ചെയ്ത് നമുക്ക് എവിടെയെങ്കിലുമൊക്കെ ഇങ്ങനെ രസകരമായിട്ടും മാത്സിനെ ഇഷ്ടപ്പെട്ടാൽ പിന്നെ വിടത്തില്ല. മാത്സ് ആയിരിക്കും പിന്നെ നമ്മൾ ഫുൾ ടൈം ചെയ്തുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ എല്ലാവരും ഒന്ന് ലൈക്ക് ചെയ്യാൻ ശ്രമിക്കുക. ഇഷ്ടപ്പെട്ടെങ്കിൽ മാത്രം. നമ്മുടെ പിന്നെ ക്ലാസ് ഉണ്ട്, നിങ്ങൾക്ക് ജോയിൻ ചെയ്യാം. ഏറ്റവും നല്ല രീതിയിലുള്ള ക്ലാസ്സും കൂടെ അതിൻ്റെ മെറ്റീരിയലും കിട്ടും. ഓക്കെ, അപ്പോൾ എല്ലാവർക്കും ഗുഡ് ബൈ.